അയ്യപ്പ സംഗമം കച്ചവട താൽപര്യത്തോടെയുള്ള പരിപാടിയാണെന്ന ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ.വി. ബാബു. ബോർഡിന് പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള വ്യവസായ സംഗമമാണ്. കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ സിപിഎമ്മിന് തള്ളാനാകാത്ത സാഹചര്യം രൂപപ്പെട്ടു. സംഗമം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നും ആർ.വി. ബാബു റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഒരു അയ്യപ്പ സംഗമമാണ് എന്ന പേരിൽ ഇതൊരു വ്യവസായ സംഗമമാണ്. മാസ്റ്റർ പ്ലാനിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് അയ്യപ്പന്മാരിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിൽ നിന്ന് സ്പോൺസർഷിപ്പ് കണ്ടെത്താനാണെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഇവിടെ ഒരു മാസ്റ്റർ പ്ലാൻ 2008 മുതലുണ്ട്. അപ്പോൾ ഇതൊരു യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേരിൽ നടത്തുന്നത് ഒരു വ്യവസായ സംഘമാണ്. ബോർഡിന് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമം. അയ്യപ്പന്മാരോടോ ശബരിമലയോടോ തെല്ലും ആത്മാർത്ഥത ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിനുണ്ട് എന്ന് കരുതാനാവില്ല, സർക്കാരിനുണ്ട് എന്ന് കരുതാനാവില്ല. ഭക്തന്മാർക്ക് കൊടുക്കുന്ന പണത്തിനനുസരിച്ച് പ്രത്യേകം പ്രിവിലേജ് കിട്ടുന്ന തരത്തിലുള്ള ഒരു സംവിധാനം നാളിതുവരെ ശബരിമലയിൽ ഇല്ലാത്തൊരു സംവിധാനം. അവിടെ ഇപ്പോൾ എന്താ വരുന്നത്? ഡയമണ്ട് കാർഡ് കൊടുക്കുന്നു. 3 കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നവർക്ക് ചില പ്രത്യേക സൗകര്യങ്ങൾ. പണത്തിൻ്റെ തോതനുസരിച്ച് ഡയമണ്ട് കാർഡ്, ഗോൾഡൻ കാർഡ്, സിൽവർ കാർഡ് ഇങ്ങനെയുള്ള കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അയ്യപ്പന്മാരെ വിഭജിക്കുകയാണ്. സജോ ദേവസ്യവിവരങ്ങളുമായി. സജോ, ഇപ്പോൾ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽക്ക് തന്നെ ബിജെപിയും ഹിന്ദു ഐക്യവേദിയും എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. എല്ലാവരെയും വിളിച്ചില്ല എന്നുള്ളതായിരുന്നു ആദ്യം. ഭക്തരെ മാത്രം പങ്കെടുപ്പിച്ചാൽ മതി എന്നതായിരുന്നു ആദ്യം. ഇപ്പോൾ ഭക്തർ മാത്രം എന്ന തീരുമാനം സർക്കാർ അറിയിക്കുന്നു. ഇപ്പോൾ വിവിധ തരം കാർഡുകൾ നൽകുന്നു. ഈ വരുന്ന അതിഥികളെ പല തട്ടുകളായി തിരിക്കുന്നു എന്നുള്ള ആരോപണത്തിൽ ഊന്നുകയാണ്. അതിലപ്പുറമൊന്നും പറയാനില്ല എന്നാണോ? സ്മൃതി, അതായത് ആഗോള അയ്യപ്പ സംഗമം ഒരു സർക്കാരിന്റെ കാപട്യത്തിന്റെ ഉൽപ്പന്നം എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കാനാണ് സംഘപരിവാര സംഘടനകൾ പ്രത്യേകമായും ശ്രമിക്കുന്നത്. അതായത് ഈ സർക്കാരിനോട് ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരോട് പ്രത്യേക ആത്മാർത്ഥതയൊന്നുമില്ല. ഇതൊരു കാപട്യമാണ്, തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരു സ്റ്റണ്ട് മാത്രമാണ്. അതായത് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം CPIM തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായി ഭൂരിപക്ഷ വിഭാഗങ്ങളെ കൂടെ നിർത്തുക എന്നതിനു വേണ്ടി ആസൂത്രിതമായി നടത്തുന്ന പദ്ധതി എന്നതിനപ്പുറത്തേക്ക് ഇതിനെ കാണേണ്ടതില്ല. മറ്റൊന്ന്, ഇവിടെ ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ഭക്തരുടെ ക്ഷേമം എന്നതിനപ്പുറത്തേക്ക് ഒരു നിക്ഷേപ സംഗമം അല്ലെങ്കിൽ ഒരു വ്യവസായ സംഗമം എന്ന നിലയ്ക്ക് പണസമാഹരണത്തിന് വേണ്ടിയുള്ള കേവലമായ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പകരം ഭക്തരോട് ആത്മാർത്ഥതയൊന്നുമില്ല എന്നവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊന്ന്, തീർത്ഥാടകർക്കിടയിൽ വിവേചനം സൃഷ്ടിക്കുക എന്ന ആസൂത്രിതമായ പദ്ധതിയുണ്ട്. പണത്തിന്റെ തൂക്കമനുസരിച്ച് വിവേചനം ഉണ്ടാക്കുക എന്ന പദ്ധതി സർക്കാരിനുണ്ട്. അതിന്റെ ഭാഗമായാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെ പ്രത്യേക കാർഡുകൾ നൽകി വിവേചനം സൃഷ്ടിച്ച് പണത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് പ്രവേശനം അല്ലെങ്കിൽ അവിടെ ദർശന സാധ്യത എന്ന നിലയ്ക്കൊക്കെ പോകുന്നത് എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്, അതായത് യുവതീ പ്രവേശന വിഷയത്തിൽ ഒരു തിരുത്തലിനുള്ള നീക്കത്തിലേക്ക് പോകുന്നു എന്ന സൂചന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയിരുന്നു. അത് CPIM കേരളത്തിലെ ഹിന്ദു രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഹിന്ദുത്വ പോളിറ്റിക്സിനെ തിരിച്ചറിഞ്ഞു, അതിന്റെ സ്വാധീനം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അത് സംഘപരിവാര സംഘടനകൾ നടത്തിയ പ്രതിരോധത്തിന്റെ ഫലമാണ്. ഇനി അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ നീക്കമാണ്, ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ് എന്ന് വ്യാഖ്യാനിക്കുകയാണ്. അതായത് ഹൈന്ദവ വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് ചോർച്ചയുണ്ട്. അങ്ങനെ വോട്ട് ചോർച്ചയെ തിരിച്ചറിഞ്ഞ് CPM നടത്തുന്ന ഒരു തന്ത്രം മാത്രമാണ്, അവർ ഹിന്ദു വിരുദ്ധരാണ് എന്നൊക്കെ സംഘപരിവാർ സംഘടനകൾ വ്യാഖ്യാനിക്കുകയാണ്. ഫലത്തിൽ CPM നടത്തുന്ന നീക്കങ്ങളെ സമ്പൂർണ്ണമായും എതിർക്കുക എന്ന നിലപാട് പ്രഖ്യാപിക്കുന്നു. സർക്കാർ ദേവസ്വം ബോർഡിന്റേതെന്ന് പറയുമ്പോഴും സർക്കാരും CPIMന്റേതുമായ നീക്കമായി അവർ അതിനെ കാണുന്നു. അതിനെ സമ്പൂർണ്ണമായി എതിർക്കും എന്ന നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.